മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു. തങ്കയങ്കി ചാർത്തി അയ്യപ്പ ദർശനത്തിന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ച മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. രാത്രി 11-ന് നടയടക്കും. ഈ മാസം 30-ന് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക് മഹോത്സവം. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, മണ്ഡലപൂജയിൽ വലിയ ഭക്തജനസഞ്ചയം തന്നെ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സന്നിധാനത്ത്. ഇന്ന് 41 ദിവസത്തെ തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് നടയടയ്ക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, രാഹുൽ? വിജയകുമാർ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രാവിലെ 10:30-നും 11:30-നും ഇടയിലായിരുന്നു തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡല പൂജയുടെ ഭാഗമായത്. ക്ഷേത്രം തന്ത്രി കണ്ഠരരും മഹേഷ് മോഹനരും ക്ഷേത്രം മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലായിരുന്നു മണ്ഡല പൂജ ചടങ്ങുകൾ നടന്നത്. അത് വലിയ തിരക്ക് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ തീർത്ഥാടക തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. വലിയ തിരക്ക്, അതായത് പമ്പയിൽ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലും വലിയ തിരക്കുണ്ടായി. രാവിലെ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ തിരക്ക് നീണ്ടിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായി ആളുകളെ കടത്തിവിടാത്തതോടെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. തുടർന്ന് 3 മണിക്കായിരിക്കും വീണ്ടും നട തുറക്കുക. 3 മണി മുതൽ രാത്രി 11 മണി വരെ വീണ്ടും അയ്യപ്പ ദർശനത്തിനുള്ള അവസരം ഉണ്ടാകും. ഇന്ന് രാത്രി 11 മണിയോടെ മണ്ഡല പൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. ഇനി മകരവിളക്കിനായി ഈ മാസം 30-നാണ് വീണ്ടും നട തുറക്കുക. ഈ ജനുവരി 15-നാണ് മകരവിളക്ക് നടക്കുക. എന്താണെങ്കിലും പ്രതിസന്ധികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡല പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് അല്പം മുമ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആരോപണം പോലീസിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിട്ടും ആ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ ആയി. അതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിൽ കൂടിയാണ് മണ്ഡല പൂജ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് നടയടയ്ക്കുന്നത്. വിജയകുമാർ. യെസ്, മണ്ഡല പൂജ തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കുകയാണ്. രാത്രി 11 മണിക്ക് നടയടയ്ക്കും. ഈ മാസം 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായി വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. ഇനി അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് സന്നിധാനവും ഇടത്താവളങ്ങളും ഒക്കെ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.